നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി നാളെ ആഘോഷിക്കും. പുലർച്ചെ 4-ന് ആരംഭിക്കുന്ന നിർമ്മാല്യ ദർശനത്തോടെയാണ് ഈ വർഷത്തെ ഏകാദശി ചടങ്ങുകൾക്കും ആഘോഷങ്ങൾക്കും തുടക്കമാകുക. ആയുർവേദത്തിന്റെ അതിദേവനായ ധന്വന്തരി മൂർത്തിയെ തൊഴുത് അനുഗ്രഹം നേടാൻ ആയിരങ്ങളാണ് നാളെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. കൊച്ചിൻ ദേവസ്വം ബോർഡും ക്ഷേത്ര ഉപദേശക സമിതിയും ഇതിനുവേണ്ടി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആയുർവേദ സ്വരൂപനായ ധന്വന്തരി ഭഗവാനെ ദർശിക്കുവാനും ദിവ്യ ഔഷധമായ മുക്കുടി സേവിക്കുവാനും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുക. പുലർച്ചെ 4 മണിക്ക് നിർമ്മാല്യ ദർശനം, 6-ന് സ്തോത്ര പഞ്ചാശിക പാരായണം, നാരായണീയ പാരായണം എന്നിവ നടക്കും. 7 മണിക്ക് സംഗീതാർച്ചനയും 10 മണിക്ക് പഞ്ചരത്ന കീർത്തന ആലാപനവും നടക്കും. 10 മണി മുതൽ മഹാ അന്നദാനം ആരംഭിക്കും. ഗോതമ്പ് ചോറും പുഴുക്കും രസകാളനും മാങ്ങ അച്ചാറും പ്രസാദ ഊട്ടിന് നൽകും. ഉച്ചതിരിഞ്ഞ് 1:30-ന് പഞ്ചവാദ്യത്തിന്റെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടെ കാഴ്ചശീവിൽ എഴുന്നള്ളിപ്പ് ആരംഭിക്കും. തുടർന്ന് മേളത്തിന്റെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് ആഘോഷത്തിനായി നടത്തിയിട്ടുള്ളതെന്ന് ദേവസ്വം ഓഫീസർ ജി ശ്രീരാജ് പറഞ്ഞു. വിപുലമായ ചടങ്ങുകളോടെയാണ് ഇത്തവണത്തെ ഏകാദശി മഹോത്സവം നടത്തുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷം മുൻവർഷത്തെ പോലെ തന്നെ കൂടുതൽ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 1.5 കോടി രൂപയുടെ ഇൻഷുറൻസ് ആണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ളത്. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ സഹായം ഉണ്ടാവും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവും. ആംബുലൻസ് സംവിധാനം ഉണ്ടാവും. വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, സ്പെഷ്യൽ നാഗസ്വരം, 7-ന് ഭക്തിഗാനസുധ, രാത്രി 10 മണിക്ക് ഡബിൾ തായമ്പക, വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. ഡിസംബർ 31 രാവിലെ 7:30-ന് നടക്കുന്ന ദ്വാദശി പണം സമർപ്പണത്തോടെ ഈ വർഷത്തെ ഏകാദശി ചടങ്ങുകൾക്ക് സമാപനമാകും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി.